സേവ് RSP യോഗത്തിൽ അഭിവാദ്യമർപ്പിച്ച CPM സംസ്ഥാന കമ്മിറ്റി അംഗം MV ജയരാജൻ RSP ഇടതുമുന്നണിയിലേക്ക് വരേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും MV ജയരാജൻ പറഞ്ഞു. UDF മുന്നണി RSP വിട്ടേക്കുമെന്ന അഭ്യൂഹങ്ങൾക്ക് കൂടിയാണ് ഈ യോഗത്തിൽ ജയരാജൻ പങ്കെടുത്തത്. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, നിർണായകമായൊരു യോഗമായിരുന്നു അത്. RSP ഈ കോൺഗ്രസിൽ നിന്നും വിട്ടുനിൽക്കുമെന്ന ആ വാർത്ത വരുന്നതിനിടെയാണ് CPM സംസ്ഥാന കമ്മിറ്റി അംഗം MV ജയരാജൻ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നതും ഒപ്പം ഇത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്നാണ് MV ജയരാജൻ പറഞ്ഞത്. അതായത് ഈ RSP CPMലേക്ക് വരേണ്ടത്. എത്രത്തോളം നിർണായകമായിരുന്നു ഈ യോഗം? RSP മാറുമോ? അശ്വതി സൂചിപ്പിച്ചതുപോലെ പ്രധാനമായും ഏറ്റവും എടുത്തു പറയേണ്ടത് തിരുവനന്തപുരം MG യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റ് ഹാളിലാണ് ഇന്നലെ ഇത്തരത്തിലൊരു യോഗം ചെയ്തത്. സേവ് RSP, അതായത് RSPയിൽ നിന്നും അഭിപ്രായ വ്യത്യാസമുള്ള ചില ആളുകൾ ചേർന്നാണ് ഇത്തരത്തിൽ സേവ് RSP ഇത് രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. ആ യോഗത്തിലാണ് ഇത്തരത്തിൽ MV ജയരാജൻ പങ്കെടുത്തത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ പ്രധാനമായും ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ RSP UDF മുന്നണി വിട്ടേക്കുമെന്ന ഒരു അഭ്യൂഹങ്ങളൊക്കെ തന്നെയും ഈ അടുത്ത് തന്നെ പുറത്തു വന്നിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിൽ ഈ RSP സേവ് RSP എന്നൊരു യോഗം സംഘടിപ്പിക്കുന്നത്. ആ യോഗത്തിൽ MV ജയരാജൻ പങ്കെടുക്കുകയായിരുന്നു. ആ പ്രസംഗത്തിൽ ഉൾപ്പെടെ ജയരാജൻ മുന്നോട്ട് വയ്ക്കുന്നത് അതായത് തിരിച്ചു വരേണ്ടതിന്റെ അനിവാര്യത എന്നത് തന്നെയാണ് പറയുന്നത്. അതായത് തിരിച്ച LDFിലേക്ക് തന്നെ വരണം, അതിനുള്ളൊരു ആഹ്വാനവും കൂടി നടത്തുകയാണ്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്താണ് ഇത്തരം യോഗങ്ങളിലൊക്കെ തന്നെയും CPMന്റെ മുതിർന്ന നേതാക്കൾ പങ്കെടുക്കുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയം. നമ്മൾ ഈ RSPയുമായി ബന്ധപ്പെട്ട ആളുകളോടൊക്കെ തന്നെയും ഇതിനെ സംബന്ധിച്ച് സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ കൂടുതൽ വിശദീകരണത്തിന് അവർ തയ്യാറാവുന്നില്ല. കാരണം സേവ് RSP അവരുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് RSPയുടെ ആളുകൾ നിൽക്കുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതോടൊപ്പം തന്നെ ഈ സീറ്റുമായി സംബന്ധിച്ച്, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ സീറ്റുമായി ബന്ധപ്പെട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ UDFും RSPയുമായി ഉണ്ടായിരുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. പക്ഷേ അത്തരത്തിലൊരു അഭിപ്രായ വ്യത്യാസങ്ങൾ ഇപ്പോൾ ഇല്ല എന്നൊരു വിശദീകരണം മാത്രമാണ് ഈ RSP നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് നൽകുന്നത്. അപ്പോഴാണ് ഈ സേവ് RSP യോഗത്തിൽ ഇപ്പോൾ MV ജയരാജൻ പങ്കെടുക്കുകയും തിരിച്ചു വരേണ്ടതിന്റെ ആവശ്യകത അല്ലെങ്കിൽ അനിവാര്യതയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുള്ളത്. അശ്വതി, വിവരങ്ങൾ വ്യക്തമാണ്. എന്തായാലും RSP യോഗത്തിൽ MV ജയരാജൻ എത്തിയിരിക്കുകയാണ്. വളരെ നിർണായകമായൊരു യോഗം തന്നെയായിരുന്നു എന്ന് പറയേണ്ടിയിരിക്കും. കാരണം ഇടതു മുന്നണിയിലേക്ക് RSPയെ ക്ഷണിക്കുകയാണ് MV ജയരാജൻ. ദിസ്നയാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.